തുളസി, നാണല്ലോ. അല്ല, നാണം മറയ്ക്കാൻ വേറൊരു ഷർട്ട് വേണ്ടേ? ഒരു ഷർട്ട് കൊണ്ടാണ് വണ്ടി ഓടുന്നത്. അടുത്ത ആഴ്ച ഇന്റർവ്യൂവിന് പോകാൻ നിന്റെ ചേട്ടനോട് ഷർട്ട് ചോദിക്കണമെന്ന് വിചാരിക്കാം. അതല്ല പറഞ്ഞത്. പിന്നെ ഒന്നുമില്ല. ഇനി ആ പൂതി അങ്ങോട്ട് മാറ്റി വെച്ചോ. എന്ത് പൂതി? എന്നെ കെട്ടാനുള്ള പൂതി. ഓ, എന്തൊരു പൂതിയാ നിന്നെ കെട്ടാൻ. നിന്നെ കെട്ടിയ നിനക്ക് ഞാൻ ചെലവിന് തരണ്ടേ? ഏതെങ്കിലും ജോലിയുള്ള പെണ്ണ് എന്നെ കെട്ടി എനിക്ക് ചെലവിന് തരുമെന്ന് നോക്കട്ടെ. തരും. എന്തേ? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാണിന് 3 പെണ്ണെന്നാ കണക്ക്. സുമുഖനും സുന്ദരനും വിദ്യാസമ്പന്നനുമായ നായർ യുവാവിന് വയസ്സ് 28. ഏതെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ ലെക്ചറോ വന്നൂടെ? അവരെന്നെ പൊന്നുപോലെ നോക്കും. നോക്കും. ഇങ്ങനെ രാത്രി വേലിയാടി നടക്കുന്നവർക്ക് പെണ്ണ് തരും. അത് പിന്നെ വേലിയാടിയത് നിന്റെ കണ്ണേട്ടന് വേണ്ടിയാ. എന്റെ കണ്ണേട്ടിന് വേണ്ടി നിങ്ങൾ എന്തിനാ വേലിയാടിയത്? ഓ, എന്റെ കണ്ണേട്ടൻ. എന്നെ കൊണ്ടൊന്നും പറയരുത്. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് വേണ്ടി ജീവൻ വരെ കളയുന്നവനാ കണ്ണേട്ടൻ. നിങ്ങളെ പോലെയല്ല. ഇത്രയൊക്കെ ആയിട്ട് കണ്ണേട്ടൻ ചേച്ചി വിളിച്ചോണ്ട് വരാൻ പോവാ. സത്യമാണോ? ഞാൻ എന്തിനാ നുണ പറയുന്നത്? ഉണങ്ങിയിട്ടില്ലെങ്കിലും സാരമില്ല. ഇവനെന്ന് ഞാൻ വഴിന്ന് മാറും. പണ്ടാളത്തിൽ ബ്രേക്കുമില്ല. ഗോവിന്ദേട്ടാ, ഒന്ന് ഓടി വന്നേ. എന്താ വേഗം പോയി ഷർട്ട് ഇട്ടു വന്നേ. അവള് വീട് തന്നെ ഏൽപ്പിച്ചിട്ട് അടുത്ത വീട്ടിൽ ലെക്ചറിന് പോയിരിക്കും. സംഗതി ആകെ കുഴപ്പമാകും. വേഗം പോയി ഷർട്ട് ഇട്ടോണ്ട് വാ. അതിപ്പോ പോയി ഷർട്ട് ഇട്ടു പാടോ. നിങ്ങൾ എങ്ങോട്ടാ? പാർലമെന്റിലേക്ക്. വീട്ടിൽ പോടി. അരി വന്നു. ഇപ്പൊ പോയാ ചോറുണ്ണാം, ഇല്ലേ വാൾ പോസ്റ്റർ ഒട്ടിക്കാം. എങ്ങോട്ടാന്ന് അറിയില്ല. എപ്പോ വരും? ഇത് വല്ല കലിങ്കിലോ മരത്തിലോ ഇടിച്ച് നിക്കണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വരാം. വീട്ടിൽ പോടി. ദാ പോണ് കണ്ണൻ. എടാ കണ്ണാ, ബ്രേക്കില്ല. പിന്നെ എന്ത് ചെയ്യും? അവന്റെ ചന്തി കൊണ്ട് ഇടിച്ചു ചേർത്ത്. നീ എങ്ങോട്ടാ പോണേ? പറയാൻ മനസ്സില്ല. ഇനി നിങ്ങളുമായിട്ട് ഒരു കൂട്ടുമില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. സുല്ല് പറയല്ലേ കണ്ണ. നിന്നെ പുല്ലാക്കിയത് അവളാ, ഞങ്ങളല്ല. എല്ലാരെയും എനിക്കറിയാം. കൂടെ നിന്ന് കുഴി തോണ്ടുന്നവരാ നിങ്ങൾ. ഇനി എന്നെ ഉപദേശിക്കണ്ട. എടാ, നിന്റെ അഭ്യുദയകാംക്ഷികളാടാ ഞങ്ങൾ. അങ്ങനെ ആര് എനിക്ക് വേണ്ടി ഇപ്പൊ കാഷ്ടിക്കണ്ട. എടാ, 1ാം ക്ലാസ് മുതൽ ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചവരാണ് നമ്മൾ. ആ സ്നേഹം നിനക്കുണ്ടായിരുന്നെങ്കിൽ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എന്നെ വിട്ടേക്ക്. കണ്ണ, എന്തിനും വേണ്ടത് ക്ഷമയാണ്. ഇപ്പൊ നീ ഓടിച്ചടി അങ്ങോട്ട് ചെല്ലരുത്, വഷളാകും. അത് ഞാൻ സഹിച്ചോളാം. ഇനിയെങ്കിലും എന്നെ ഉപദ്രവിക്കാതെ വിട്ടാ മതി. എടാ, അതിന് ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യുന്ന പറ. നിങ്ങൾക്കറിയില്ലേ നിനക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. എന്തിനാ ഗോവിന്ദേട്ടാ നുണ പറയുന്നത്? എത്ര വഴക്കുണ്ടായാലും ഒരു ദിവസമെങ്കിലും കമല ചേച്ചിയെ കാണാതെ ഗോവിന്ദേട്ടന് കഴിയാൻ പറ്റുമോ? കാരണം ഞാൻ പറയുന്നു. നിന്റെ കാര്യം എനിക്കറിയാം. ഞാൻ ആശുപത്രി കിടന്നപ്പോ തുളസിക്ക് പറയത്തക്ക ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിനക്ക് പരിക്ക് പറ്റിയപ്പോ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് വല്ലാതെ ഫീൽ ചെയ്തു. നീ രാധികയെ മറക്കണമെന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷെ ഇപ്പൊ നീ അങ്ങോട്ട് ഓടിച്ചെന്നാ അവര് നിന്നെ വകവെക്കില്ല. വെക്കണ്ട. ബസ് വന്നു, ഞാൻ പോട്ടെ. അയ്യോ രാമനായര്, നമ്മളിനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ സമയമില്ല. ഓടിക്കോ. ഞാൻ മടക്കി കുത്തി. ഗോവിന്ദ, ഇല്ലാത്ത കാശ് ഉണ്ടാക്കി എന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതിനെ പൊരുകിയത്. അവസാനം എന്നെ നശിച്ച് നാരായണക്കല്ല് ഞങ്ങൾ ഈ വഴിയാ. എന്റെ അടുത്ത് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചില്ല. എന്റെ പേര് രാമൻ നായരനല്ല. ഈ നാട്ടില് കോടതി നിയമമൊക്കെ ഉണ്ട് കേട്ടോ.